ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ലെമൺ റൈസ് ആണ്. നമ്മൾ ദൂരെ യാത്രയൊക്കെ, അതായത് 2-3 ദിവസം ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ലെമൺ റൈസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് പൈസയും ലാഭമാണ്, അതുപോലെ തന്നെ നല്ല ഭക്ഷണവും കഴിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ഞാൻ 6 പൊതിക്കുള്ള ലെമൺ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് പറയുന്നത്. ഞാനിവിടെ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ചോറ് ഒരുപാട് വെന്ത് പോകാതെ നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നാൽ ഒരുപാട് കുഴഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിന് വേവിച്ചെടുക്കാനായിട്ട് നോക്കണം. നമ്മൾ വേവിച്ചെടുത്ത് ചോറ് നന്നായിട്ട് ആറിച്ചെടുക്കണം. ആദ്യം തന്നെ ചൂടോടുകൂടി നമുക്ക് ഈ നാരങ്ങാച്ചോറ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചോറ് നന്നായിട്ട് ഫാനിൻ്റെ കീഴിൽ വെച്ചൊന്ന് ആറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആറിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. ഞാനിവിടെ 16 നാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പുളിയും അതുപോലെ നല്ല നീരുമൊക്കെയുള്ള നാരങ്ങയാണെങ്കിൽ ഇത്രയത്തിൻ്റെ ആവശ്യമില്ല. 10-12 എണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് കൊടുക്കാം. അതിനായിട്ട് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൊച്ചുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതായത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോറിൻ്റെ അളവ് നമുക്കറിയാമല്ലോ, അപ്പോൾ അതനുസരിച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ചേറെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ. അതിനുശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം ഇതൊന്ന് തിളപ്പിക്കണം. നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ തീ ഒരുപാട് കൂട്ടിയും കൊടുക്കേണ്ട, എന്നാൽ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ചോറിനും കൂടിയിട്ടുള്ള ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് നല്ല പതഞ്ഞ് വരും. ഇതാ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പതഞ്ഞ് വരട്ടെ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൂടെ കൊടുക്കുക ഇടയ്ക്ക്. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് പതഞ്ഞ് വരട്ടെ. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് ആറി വരണം. ഈ ചൂടോടുകൂടി നമുക്ക് ചോറിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ആറിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ആറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ആറിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോറ് എടുത്ത് വെക്കാം. ചോറിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ചേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. മുഴുവനായിട്ട് നമുക്ക് ആദ്യമേ ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് ഭാഗത്ത് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ചോറിൻ്റെ എല്ലാ ഭാഗത്തും ഈ നാരങ്ങാനീര് കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി എടുക്കണം. അപ്പോൾ ആദ്യം ചേർത്ത് കൊടുത്ത നാരങ്ങാനീരുണ്ടല്ലോ, അത് ഞാൻ നന്നായിട്ട് ചോറിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്നിരിക്കുന്ന നാരങ്ങാനീരും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ലെമൺ റൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ലെമൺ റൈസ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇത് കണ്ടോ, അപ്പോൾ എല്ലാ ചോറിൽ മുഴുവനായിട്ടും ആ നാരങ്ങാനീര് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഇത് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് പൊതി കെട്ടുന്നതെന്നും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സാധാരണ പൊതി കെട്ടുന്ന പേപ്പർ ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ചോറിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടേക്ക് ഒരു 3 തവി ചോറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ബീട്രൂട്ടിൻ്റെ മെഴുക്ക് പുരട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് വളിച്ച് പോകത്തില്ല. നല്ലതായിട്ട് ഡ്രൈ ആക്കി ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നതാണ്, അപ്പോൾ പെട്ടെന്ന് വളിക്കത്തില്ല. അതിനുശേഷം ഞാനിത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മുടെ പത്രപ്പേപ്പർ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. അപ്പോൾ ആ പത്രപ്പേപ്പർ വെച്ചിട്ട് ഇതാണ്ട് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കണം. ഇനി ഈ 2 സൈഡിലെ പേപ്പർ കണ്ടോ, നടുക്കോട്ട് വെച്ച് കൊടുക്കുക. 2 സൈഡിൽ നിന്നും നടുക്കോട്ട് ഒന്ന് എടുക്കുക. അതിനുശേഷം വീണ്ടും ഇത് മടക്കി ഇതാണ് ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് മടക്കിയെടുത്ത് നമുക്ക് റബ്ബർ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഇതിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് അകത്തേക്ക് കയറ്റി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പൊതി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ്. തലേ ദിവസം തന്നെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാവിലെ ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ട് ഇതിൻ്റെ കൂടെ കൂട്ടാനായിട്ട്. പിന്നെ നമുക്ക് ചാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാച്ചി എടുത്തിട്ടുണ്ട്. കാച്ചിയ മോരാണ്. ഒരു കുപ്പി കാച്ചിയ മോരും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക്. പിന്നെ കുറച്ച് അച്ചാർ, അത് കടയിൽ നിന്ന് വാങ്ങിച്ച അച്ചാറാണ്. അപ്പോൾ 6 പൊതിക്ക് വേണ്ടിയിട്ടുള്ള കറികളൊക്കെ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. താങ്ക്